വെൽക്കം ബാക്ക് ടു ഓൾ. എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ 7ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ എസ്റ്റിമേഷനിൽ ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷനാണ് പറയുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണ്ണ് എടുക്കുന്നതാണ് അല്ലേ? മണ്ണ് എടുക്കുന്നതിനെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എസ്റ്റിമേഷനിൽ മീറ്റർ ക്യൂബാണ്. മെഷറിംഗ് യൂണിറ്റ് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ മീറ്റർ ക്യൂബാണ്. ഇനി ഫില്ലിംഗ് വർക്ക്, മണ്ണ് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈറ്റാണെങ്കിൽ എർത്ത് വർക്ക് ചെയ്യേണ്ടി വരും, എർത്ത് വർക്ക് എക്സ്കവേഷൻ നടത്തേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യേണ്ടി വരും. മണ്ണില്ലാത്തടത്ത് മണ്ണ് ഫില്ല് ചെയ്യണ്ടേ? അപ്പം അങ്ങനെ ഫില്ലിംഗ് വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഒന്നുമില്ല, എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഫില്ലിംഗ് വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഓക്കെ. ഇനി അടുത്തത് കോൺക്രീറ്റ് വർക്കാണ് പറയാൻ പോകുന്നത്. കോൺക്രീറ്റ് വർക്കിൽ PCC അഥവാ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. PCCൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. RCC അഥവാ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ്. ഇനി കോൺക്രീറ്റ് വർക്കിൽ വരുന്ന കോളം, ലിൻറ്റിൽ, ബീം, സ്ലാബ് അതൊക്കെ തന്നെ മീറ്റർ ക്യൂബിലാണ് അതിൻ്റെ മെഷറിംഗ് യൂണിറ്റ് വരിക. അതും ഓർത്ത് വയ്ക്കുക. അടുത്തത് പ്രീകാസ്റ്റ് വർക്ക്. പ്രീകാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫാക്ടറികളിൽ നിന്നൊക്കെ ഈ സ്ട്രക്ചേഴ്സൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കും. അതായത് ഓൾറെഡി കാസ്റ്റ് ചെയ്ത കോൺക്രീറ്റ് ഐറ്റംസ് ഉപയോഗിക്കുന്നതിനെയാണ് പ്രീകാസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രീകാസ്റ്റ് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് പൈലിൻ്റെ ഒക്കെ ഭാഗം പഠിക്കുമ്പോൾ അല്ലേ? പ്രീകാസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഫാക്ടറിയിൽ നിന്നും ഓൾറെഡി ഉണ്ടാക്കിയിട്ട് സൈറ്റിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ പ്രീകാസ്റ്റ് വർക്കിൻ്റെ യൂണിറ്റും എന്താണ്? മീറ്റർ ക്യൂബാണ്. അടുത്തത് ബ്രിക്ക് വർക്കാണ്. ബ്രിക്ക് മേസൻറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്രിക്ക് വർക്ക് അത് മീറ്റർ ക്യൂബിലാണ് അതിൻ്റെ മെഷറിങ് യൂണിറ്റ് വരിക. പക്ഷേ എല്ലാ ബ്രിക്ക് വർക്കും മീറ്റർ ക്യൂബിലല്ല. ഈ ഹണികോം ബ്രിക്ക് വർക്കൊക്കെ അല്ലേ, അത് മീറ്റർ സ്ക്വയറിലാണ് പറയുക. അതൊരു ടൈപ്പ് ബ്രിക്ക് വർക്ക് തന്നെയാണ്, ഹണികോം ബ്രിക്ക് വർക്ക്. പക്ഷേ അതിൻ്റെ യൂണിറ്റ്, മെഷറിംഗ് യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയറാണ്. ഇനി സ്റ്റോൺ വർക്കും എന്താണ്? മീറ്റർ ക്യൂബിൽ തന്നെയാണ് പറയുന്നത്. അടുത്തത് ഫ്ലോറിംഗ് ആണ്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തറ അല്ലേ? തറയിൽ അത് ഫ്ലോറിംഗ് ചെയ്യുന്നതിന് യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ്. റൂഫിങ്ങിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയറാണ്. പോയിൻറ്റിങ്, പെയിൻറ്റിങ്, ഡാം പ്രൂഫ് കോഴ്സ്, പ്ലാസ്റ്ററിങ് അതൊക്കെ മീറ്റർ സ്ക്വയറാണ്. പോയിൻറ്റിങ് ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചാൽ, പ്ലാസ്റ്ററിങ് നമ്മൾ പഠിച്ചാൽ, പെയിൻറ്റിങ്ങും ഒക്കെ പഠിച്ചതാണ് അല്ലേ? അതിൻ്റെയൊക്കെ യൂണിറ്റ് മീറ്റർ സ്ക്വയറാണ് കേട്ടോ. അടുത്തത് വുഡ് വർക്ക്. വുഡ് കൊണ്ടുള്ള വർക്ക് മീറ്റർ ക്യൂബാണ്. വുഡ് വർക്കിൽ തന്നെ ഫ്രെയിമും ഉണ്ട്, ഷട്ടറിങ്ങും ഉണ്ട് കേട്ടോ. അങ്ങനെ വുഡ് വർക്കിന് നമ്മൾ മീറ്റർ ക്യൂബാണ് മെഷറിങ് യൂണിറ്റ്. ഇനിയിപ്പോൾ ഫോം വർക്ക്, സെൻറ്ററിങ്, ഷട്ടറിങ്, ഓക്കെ, അതും മീറ്റർ സ്ക്വയറിലാണ് ഫോം വർക്കും സെൻറ്ററിങ്ങും ഷട്ടറിങ്ങും യൂണിറ്റ് വരുന്നത്. ഇനി സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ സ്റ്റീൽ കൊടുക്കില്ലേ, റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റീല്. അപ്പം അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിൻറ്റലോ ടണ്ണോ അതിലേതെങ്കിലും ആണ് അതിൻ്റെ മെഷറിങ് യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പം ഇതിൽ നിങ്ങളുടെ എക്സാമിനേഷനിൽ 2 മാർക്കായിട്ട് കുറേ ചോദിച്ചിട്ടുണ്ട്. ഈ പോയിൻറ്റിങ്ങിൻ്റെ യൂണിറ്റ് എന്താണ്, മെഷറിങ് യൂണിറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്ററിങ്ങിൻ്റെ മെഷറിങ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. അപ്പം അതുമാത്രമല്ല, പിന്നെ നിങ്ങൾ എസ്റ്റിമേഷൻ പ്രോബ്ലം ചെയ്യുമ്പം ഇത്രയും മെഷറിങ് യൂണിറ്റെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ അബ്സ്ട്രാക്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും മെഷറിങ് യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അതിൽ തന്നെ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള പെയിൻറ്റിങ്, പോയിൻറ്റിങ്, പ്ലാസ്റ്ററിങ്, പിന്നെ അതേപോലെ തന്നെ വൈറ്റ് വാഷിങ്. വൈറ്റ് വാഷിങ്ങൊക്കെ എന്താണ്? പെയിൻറ്റിങ്ങൊക്കെ വൈറ്റ് വാഷിങ്ങിൽ വരുന്നതല്ല, മീറ്റർ സ്ക്വയറാണ് കേട്ടോ.
പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, ഡാം പ്രൂഫ് കോഴ്സ് അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.